നമസ്കാരം. മലയാള വർഷം 1202 നിങ്ങളുടെ സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂടുകാരുടെ കാര്യമെടുത്താൽ 4-ാം ഭാവത്തിലാണ് വ്യാഴം, 5-ൽ കേതു, 12-ൽ ശനി, 11-ൽ രാഹു. രാഹു വളരെ അനുകൂലമാണ്, 11-ലാണ്. 4-ലെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും കേതുവും നല്ലതല്ല. അപ്പം മേടക്കൂറുകാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സമയമാണ്. കാര്യപരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പലവിധ ക്ലേശങ്ങൾ ഇതിന് സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിലാകാനുള്ള സാധ്യത ഉണ്ട്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് നടപ്പിലായേക്കും. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും. പുതിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ഈ പുതുവത്സരം മേടക്കൂറുകാരെ സംബന്ധിച്ച്. തൊഴിൽ മേഖലയിൽ അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങളും ഉണ്ടാകും. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം കാര്യപരാജയം, ധനനഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ, പലവിധ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തികമായി വളരെ ദോഷാത്മക സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവനവൻ്റെ കർമ്മമേഖലയെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ തന്നെ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം. വിദേശ രാജ്യങ്ങളിലും മറ്റും ബിസിനസ്, IT തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഒട്ടേറെ മാനസിക സമ്മർദ്ദങ്ങൾ, തൊഴിൽപരമായ സമ്മർദ്ദം, ജോലിഭാരം വർദ്ധിക്കുക, നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അശ്രദ്ധയും ആലോചനക്കുറവും നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാകും. ചില സന്ദർഭത്തിൽ നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. അതുകൊണ്ട് വളരെ ആലോചിച്ച് മുമ്പോട്ട് പോകണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷ്മത ആവശ്യമാണ്. സ്വന്തമായി വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വളരെ ജാഗ്രത പാലിക്കണം. പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി എല്ലാ വശങ്ങളും ചിന്തിച്ചു മുമ്പോട്ട് പോകണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് പോകാതെ ശ്രദ്ധാപൂർവം അതിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ, മനപ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ 7.5 ശനിയുടേതായ ദോഷത്തിൽ നിൽക്കുന്ന നിങ്ങൾ വളരെ ഫലപ്രദമായി ഒരു മഹാസഞ്ജീവനി പൂജ വിധിപ്രകാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനം അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ ജാതക പരിശോധന ചെയ്ത് ഇപ്പോഴത്തെ ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ ചെയ്യുന്നത് എല്ലാ ദോഷങ്ങളും മാറി അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വളരെ സഹായകരമാണ്.